ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളുടെ വെക്കേഷൻ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ലെറ്റ് മീ ഗിവ് യു എ ബ്രീഫ്. നമ്മളൊരു വെക്കേഷന് വന്നിരിക്കുകയാണ്. 2 കൺട്രീസിലേക്കാണ് വന്നിരിക്കുന്നത്. റൈറ്റ് നൗ വി ആർ ഇൻ ഓസ്ട്രിയ. ടുഡേ ഈസ് ദ 7th ഡേ ഇൻ ഓസ്ട്രിയ ആൻഡ് സാഡ്ലി ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ ഇൻ ഓസ്ട്രിയ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ ഇന്നലെ ഞാൻ ഡേ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ വീഡിയോ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഇന്നൊരു ഹൈക്കിങ്ങിന് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അതിനുവേണ്ടി രാവിലെ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി നമ്മൾ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അറിയുന്നത് ഇന്നലെ ആയിരുന്നു ആ ഒരു ഹൈക്കിങ്ങിൻ്റെ അങ്ങോട്ടേക്കുള്ള ലാസ്റ്റ് ഡേ. അതായത് അങ്ങോട്ടേക്ക് പോകാനൊരു പ്രത്യേക റൂട്ടുണ്ട്, അത് ക്ലോസ് ആയി. ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേ, സീസൺ എൻഡായി. അപ്പോൾ നമുക്കത് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് പോകാൻ പറ്റില്ല. പക്ഷേ കുഴപ്പമില്ല, വി ഹാവ് പ്ലാൻ ബി. അപ്പോൾ നമ്മൾ പ്ലാൻ ബി എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ നമുക്ക് തിരിച്ച് ഹോട്ടലിൽ പോയി ഈ ഗെറ്റപ്പൊക്കെ മാറി ഇന്നത്തെ ഡേയുടെ ഗെറ്റപ്പിലേക്ക് വരാം. യെസ്, അങ്ങനെ ഞാൻ റെഡി ആയിട്ട് വന്നു. ഞാൻ മൈക്ക് കുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും റിസീവർ കുത്താൻ മറന്നു പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിവേസ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. ഞങ്ങൾ അന്ന് ഡേ സ്റ്റാർട്ട് ചെയ്തത് സ്വരോസ്കി ക്രിസ്റ്റൽ വേൾഡിൽ നിന്നായിരുന്നു. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രിയൻ ടൈറോൾ റീജിയനിലുള്ള വോട്ടൻസ് എന്ന് പറയുന്ന ഒരു ടൗണിലാണ്. അതായത് ഇൻസ്ബ്രൂക്ക് സിറ്റിയിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ്. ഒരു 25 to 30 മിനിറ്റ്സ് നമ്മൾ ട്രാവൽ ചെയ്ത് വേണം ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ. ഞങ്ങൾ ഇൻസ്ബ്രൂക്ക് കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് ബസ്സിന് വേറെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ടായിരുന്നു. Right behind me is a giant which is known as the gatekeeper of the Swarovski. This is the entrance to the Swarovski crystal world. So let's go inside and check. കയറി വന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ടോക്കൺ ഓഫ് ലവ്, ഒരു ഗിഫ്റ്റ് പോലെ ഇവർ തന്നതാണ്. ടൈനി ക്രിസ്റ്റൽസ്. അപ്പോൾ കയറി വരുമ്പോൾ ഫസ്റ്റ് ഇതാണ് ബ്ലൂ റൂം. നെക്സ്റ്റ് ഉണ്ടായിരുന്നത് സൈലൻറ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു റൂമായിരുന്നു. Next is the crystal dome. അടുത്തത് ദ ആർട്ട് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു റൂമായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഇതാണ് നെക്സ്റ്റ് റൂം, ഇൻടു ലാറ്റിസ് സൺ.
അങ്ങനെ നമ്മൾ സ്വറോസ്കി ക്രിസ്റ്റൽ വേൾഡ് കണ്ടിട്ട് തിരിച്ച് നമ്മുടെ ഇൻസ്ബ്രൂക്ക് സിറ്റി സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഒരു ഹാഫ് ഡേ ഓളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മരിയ ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലേക്കാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതൊരു ഇൻസ്റ്റാഗ്രാമബിൾ സ്പോട്ടാണ്. ലൈക്ക് ഒരു റിവർ സൈഡിൽ ഇങ്ങനെ കുറേ കളർഫുൾ ബിൽഡിങ്സ് ഒക്കെ വരുന്ന ആ ഒരു സ്പോട്ടാണ് ഈ മരിയ ഹിൽസ് എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കുള്ള ട്രാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളിപ്പോൾ. ന്യൂകോട്ട് വിത്ത് ഗോൾഡൻ റൂഫ്, അതാണ് ആ കാണുന്നത്. ഇതാ അവിടെ ആ ഗോൾഡൻ കളറിൽ. ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ പറയുന്ന കളർഫുൾ ബിൽഡിങ്സിൻ്റെ ഈ ഒരു ഏരിയ വരുന്നത് കേട്ടോ. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇന്നലെ പോയത്. അപ്പോൾ തൊട്ടിപ്പുറത്താണ്. അപ്പോൾ നിങ്ങൾ ഗോൾഡൻ റൂഫിൻ്റെ ഇവിടെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് നടന്നാൽ മതി, ഈ ഒരു ഏരിയയിലും എത്താം. ഇവിടെ ഒരു കഫേ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ലൊരു ഇൻഫ്ലുവൻസറിനെ കൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യിപ്പിക്കാമെന്ന്. കണ്ടോ എക്സ്ക്യൂസ് മീ. അപ്പം ഞാൻ ആരായി? ഞാൻ പറഞ്ഞത് വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ, ട്രാവൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അത് ഓക്കെ, ക്ഷമിച്ചിരിക്കുന്നു. ഇതാണ് ന്യൂകോട്ട് വിത്ത് ഗോൾഡൻ റൂഫ്. ഇന്നലെ ഞാനിത് എടുത്തെങ്കിലും ഇത്ര ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇങ്ങനൊരു ടവറുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. സ്റ്റെപ്പേന്ന് വീഴരുത്. ഓ, ഇതൊക്കെ ഭയങ്കര വലുതാ. അങ്ങ് കയറണം. നോക്കൂ, പേടിയുണ്ടോ? ഉറപ്പാണോ? കയറുമല്ലേ? A few minutes later. ഈ തുമ്പത്തോടെ നടക്കാനാണ് പിന്നെ ഇതിന് കയറിയേ. ഇതിന്റെ മുകളിൽ ഇനി കയറാൻ പറ്റുമോ? അപ്പുറത്തെ സൈഡിലെ കാണണ്ടേ? അവിടെ ആരെങ്കിലും വന്നാൽ മാറി കൊടുക്കേണ്ടി വരും.
അപ്പോൾ അതായിരുന്നു നമ്മളുടെ ലാസ്റ്റ് ഡേ ഇൻ ഓസ്ട്രിയ. നാളെ നമ്മൾ ഓസ്ട്രിയയോട് ബൈ പറയും രാവിലെ തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഓസ്ട്രിയ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ, അടിപൊളി. ഏത് സ്ഥലം ഏറ്റവും ഇഷ്ടപ്പെട്ട? വിയന്ന ആണോ, സാൽസ്ബർഗ് ആണോ, ഹോൾസ്റ്റാറ്റ് ആണോ, ഇൻസ്ബ്രൂക്ക് ആണോ? എനിക്ക് ഹോൾസ്റ്റാറ്റും ഇൻസ്ബ്രൂക്കും. ആക്ച്വലി എനിക്ക് എല്ലായിടും ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ വിയന്നയിലും സാൽസ്ബർഗിലും പോയപ്പോൾ മഴയായിപ്പോയി അല്ലേ? കൂടുതൽ സമയം മഴയായിരുന്നു. പക്ഷേ ഇൻസ്ബ്രൂക്കിലെത്തിയപ്പോൾ ക്ലൈമറ്റ് പെർഫെക്റ്റ് ആയിരുന്നു അല്ലേ? ഹോൾസ്റ്റാറ്റും മഴ ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് നമുക്ക് നല്ല വെയിൽ കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹോൾസ്റ്റാറ്റും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. ഇൻസ്ബ്രൂക്ക് ഇതുകൊണ്ടാണ് മെയിൻലി ക്ലൈമറ്റ് നമുക്ക് ഭയങ്കര ഫേവറബിൾ ആയിരുന്നു. പക്ഷേ ആ ഒരു ഹൈക്കിംഗ് മാത്രം അത് എൻഡ് ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഓസ്ട്രിയ. ഇനി നാളെ നമ്മൾ നെക്സ്റ്റ് കൺട്രിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏതാണ് കൺട്രി എന്ന് അടുത്ത വീഡിയോയിൽ പറയാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ മാത്രമല്ല, ഓസ്ട്രിയ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ.